കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയിൽ നടപടി. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സൂസൻ കോടിയെ ഒഴിവാക്കി. 5 ജില്ലാ സെക്രട്ടറിമാരും 2 വനിതാ മന്ത്രിമാരും CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എം മനോജ് ചേരുന്നു വിവരങ്ങളുമായി. മനോജ്, ആരൊക്കെയാണ് നിലവിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം പിടിച്ചിട്ടുള്ളത്? മറ്റ് വിവരങ്ങളും കൂടി. ഇതിൽ 17 പുതുമുഖങ്ങളാണ്. നേരത്തെ 87 ആയിരുന്നു, 2 കൂടെ ഉൾപ്പെടുത്തിയാണ്. ഇപ്പോൾ 5 ജില്ലാ സെക്രട്ടറിമാരും അതോടൊപ്പം തന്നെ 2 വനിതാ മന്ത്രിമാരും ഈ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തിയിട്ടുള്ളതായാണ് വിവരം. ഇതിൽ തന്നെ DYFIയുടെ ചുമതലയുള്ള VK സനോജ്, അതോടൊപ്പം തന്നെ വസീഫ് ഉൾപ്പെടെ ഈ ഒരു സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന നേതാവായിരുന്ന സൂസൻ കോടിക്കെതിരെ നടപടി ഉണ്ടായി എന്നുള്ളതാണ്. കരുനാഗപ്പള്ളിയിലെ CPM വിഭാഗീയതയിൽ നേരത്തെ തന്നെ നടപടി ഉണ്ടാകുമെന്ന് വ്യക്തമായിരുന്നു. എന്തായാലും സൂസൻ കോടി ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ, അതായത് ലോക്കൽ സമ്മേളനങ്ങൾ മുതൽ തന്നെ കയ്യാങ്കളികൾ തുടർന്നിരുന്നു. അതിനു പിന്നാലെയാണ് കരുനാഗപ്പള്ളി ഏരിയ സമ്മേളനം നടത്താനാകാതെ പോയത്. തുടർന്ന് നടന്ന കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഈ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കുൾപ്പെടെ നടപടി ഉണ്ടായിരുന്നു. അതായത് കരുനാഗപ്പള്ളിയിലെ ഒരു ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും പിന്നീട് എടുത്തില്ല എന്നുള്ളതാണ്. എന്തായാലും അവരെയും ഒഴിവാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് സൂസൻ കോടി സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു, വനിതാ നേതാവായിരുന്നു. എന്തായാലും ഇനിയുള്ള സംസ്ഥാന കമ്മിറ്റിയിൽ സൂസൻ കോടി ഇല്ല എന്ന് തന്നെ വ്യക്തമായിരിക്കുകയാണ്. ഈ പാർട്ടിക്കുള്ളിലെ വിഭാഗീയത അത് കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് തന്നെയാണ് ഈ കരുനാഗപ്പള്ളിയിലെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. അത്തരത്തിലൊരു വിഭാഗീയ പ്രവർത്തനം നടത്തി എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് സൂസൻ കോടിക്കെതിരെ നടപടി ഉണ്ടായിട്ടുള്ളത്. നേരത്തെ തന്നെ PR അരവിന്ദാക്ഷൻ ഉൾപ്പെടെ മറ്റ് ജില്ലാ കമ്മിറ്റി നേതാക്കൾക്കുൾപ്പെടെ നടപടി എടുത്തിരുന്നു അവർക്കെതിരെയും. എന്തായാലും ഈ ഒരു സമ്മേളനത്തിൽ ആദ്യം, അതായത് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച നയരേഖയുമായി ബന്ധപ്പെട്ട മറുപടി പ്രസംഗമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം കഴിഞ്ഞ ശേഷം ഈ പാനലിലേക്ക് ഈ ലിസ്റ്റ് വയ്ക്കുകയും തുടർന്ന് അംഗീകാരം നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പുതുമുഖങ്ങളായി എത്തുന്നവരാണ് നേരത്തെ ഞാൻ പറഞ്ഞ 5 ജില്ലാ സെക്രട്ടറിമാരും അതോടൊപ്പം തന്നെ നേരത്തെ ഒരു സൂചന ലഭിച്ചിരുന്ന 2 വനിതാ മന്ത്രിമാരും. അതിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു, അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നിവർ ഉണ്ട് എന്നാണ് വിവരം. അതോടൊപ്പം പുതുമുഖങ്ങളായി ഓരോ ജില്ലയിലും ജില്ലാ സെക്രട്ടറിമാരൊക്കെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇനിയൊരു പുതിയ നിരയെ അണിനിരത്തിക്കൊണ്ടാണ് CPM ഈ സംസ്ഥാന കമ്മിറ്റിയിൽ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ 3 പേർ മരിച്ച ഒഴിവുകളുണ്ടായിരുന്നു. അതായത് കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ മരിച്ച 3 ഒഴിവുകൾ, അതോടൊപ്പം തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ കൊണ്ട് ഒഴിവാകുന്നവർ, അതോടൊപ്പം തന്നെ ഈ നടപടിയുടെ പുറത്ത് ഒഴിവായവർ. 75 വയസ്സ് പ്രായപരിധി കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് മുതൽ തന്നെ ആ പ്രായപരിധി കർശനമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ 75 വയസ്സ് പൂർത്തിയായ നേതാക്കൾ ഇനി സംസ്ഥാന കമ്മിറ്റിയിൽ തുടരേണ്ട എന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും 3 നേതാക്കളുടെ പേരാണ് നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നത്. ആനാവൂർ നാഗപ്പൻ, PK ശ്രീമതി, അതുപോലെ തന്നെ AK ബാലൻ എന്നിവരെ ഒഴിവാക്കും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനിയും വിവരങ്ങൾ വരുവാനുണ്ട്. നിലവിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് 17 പുതുമുഖങ്ങൾ എത്തിയതായാണ് ഈ ഒരു വിവരം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തെ പൊതുസമ്മേളനത്തോടുകൂടി ഈ ഒരു സമ്മേളനം അവസാനിക്കുകയാണ്. അതിനു മുമ്പായി തന്നെയാണ് ഇത്തരത്തിൽ നടന്ന റിപ്പോർട്ടിന്മേൽ നടന്ന ചർച്ചയിലും അതോടൊപ്പം തന്നെ നയരേഖയിന്മേൽ നടന്ന ചർച്ചയിലും വിമർശനങ്ങളും അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കലുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ മറുപടി പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു തെറ്റിദ്ധരുത്തി മുന്നോട്ട് പോകുമെന്നുള്ളത്. അത്തരത്തിൽ കൂടുതൽ തെറ്റുകളെ പ്രതിനിധികളടക്കം ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒരു ചർച്ചയിന്മേൽ ആശാ വർക്കർമാരുടെ സമരം ഉൾപ്പെടെ ചർച്ചയ്ക്കായി വന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രതിനിധികൾ അക്കാര്യം അറിയിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഈ ചർച്ചയെല്ലാം അവസാനിച്ച ശേഷമാണ് ഇന്ന് ഈ ഒരു തിരഞ്ഞെടുപ്പ് നടന്നത്. തിരഞ്ഞെടുപ്പിലാണ് ഈ പുതുമുഖങ്ങളെ അണിനിർത്തുവാൻ വേണ്ടി CPM ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. അതിലേക്കാണ് ഈ 17 പേർ ഒഴിഞ്ഞ ഈ ഒരു സ്ഥാനത്തേക്ക് പുതുതായി 17 പുതുമുഖങ്ങളെ എടുക്കുന്നത്. 89, അതായത് നേരത്തെ 87 ആയിരുന്നെങ്കിൽ ഇത്തവണ 89 പേരാണ് ഈ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തുന്നത്. ശരി.